രാഷ്ട്രീയ ഗോതയിൽ എതിർചേരികളിലാണെങ്കിലും മികച്ച സൗഹൃദം സൂക്ഷിക്കുന്ന രണ്ടുപേർ. കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ഡോക്ടർ ബീന ഫിലിപ്പും പ്രതിപക്ഷ നേതാവ് കെ.സി. ശോഭിതയും. ആ സൗഹൃദത്തിന്റെ വിശേഷങ്ങളിലേക്കാണ് ഇനി. ആരോപണ പ്രത്യാരോപണങ്ങൾ, വാദപ്രതിവാദങ്ങളൊക്കെ രാഷ്ട്രീയ നേതാക്കൾക്കിടയിൽ സ്വാഭാവികമാണ്. പക്ഷെ അവരൊരു പൊതുവേദിയിലെത്തിയാൽ അവരുടെ ഏതെങ്കിലും സ്വകാര്യ ചടങ്ങുകളിലൊക്കെ ചിരിക്കുന്നതും പരസ്പരം സ്നേഹം പങ്കിടുന്ന കാഴ്ചയൊക്കെ നമ്മൾ ഇതിനോടകം തന്നെ കണ്ടിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പോരാട്ടം ചൂട് പിടിക്കുമ്പോൾ അത്തരമൊരു സൗഹൃദത്തിൻ്റെ കാഴ്ചയിലേക്കാണ് പ്രേക്ഷകരെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഞാൻ സൂചിപ്പിച്ച സുഹൃത്തുക്കൾക്കിടയിലാണുള്ളത്. കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ബീന ഫിലിപ്പിൻ്റെയും കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് കെ.സി. ശോഭിതയുടെയും ഇടയിൽ. ഇവർ പരസ്പരം ഒരുപാട് തരത്തിലുള്ള പഴികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോർപ്പറേഷൻ ട്രഷറി ബെഞ്ചിലും പ്രതിപക്ഷ ബെഞ്ചിലും ഇടുന്ന് പറയുന്നവരാണ്. പക്ഷേ എന്തൊക്കെ കഴിഞ്ഞാലും ഇവർ തമ്മിലുണ്ടാകുന്നത് വലിയ സൗഹൃദമാണ്. അവരോട് തന്നെ ചോദിക്കാം ഇവർ തമ്മിലുള്ള സുഹൃത്ത് ബന്ധം എങ്ങനെയാണെന്ന്. സുന്ദരിയായ ഒരു പെൺകുട്ടി, കെ.സി. അബുവിൻ്റെ മോള് ശോഭിത മത്സരിക്കാൻ നിൽക്കുന്നുണ്ട്. ശോഭിത ജയിക്കുകയും ചെയ്യും. അപ്പോൾ ശോഭിതയെക്കുറിച്ച് നല്ലൊരു അതുകൊണ്ട് എനിക്കിവിടെ വരുമ്പോൾ തന്നെ ശോഭിതയെക്കുറിച്ച് നല്ലൊരു അഭിപ്രായത്തോടു കൂടിയാണ് ഞാൻ മേയറായിട്ട് ഈ കൗൺസിലിലേക്ക് വരുന്നത്. പിന്നെ അതുപോലെ നന്നായി പഠിച്ചു പറയും. ശോഭിത ഏത് കാര്യമുണ്ടെങ്കിൽ നന്നായിട്ട് പഠിക്കുകയും പല നിർദ്ദേശങ്ങളും മുന്നോട്ട് വയ്ക്കുകയും ചെയ്യും. ഇടയ്ക്കൊക്കെ നമ്മളെ പറ്റിക്കും. വളരെ നല്ല ഹൃദയബന്ധം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. പിന്നെ മേയർ പറഞ്ഞ മാതിരി നമ്മൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നോർമലി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. അതൊക്കെ വളരെ വ്യക്തമായി തന്നെ പറയാറുണ്ട്. എല്ലാ വിശേഷങ്ങൾക്കും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കും. ശോഭിത ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിലും പിന്നെ എനിക്ക് ശോഭിത ഞാൻ തമ്മിൽ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പാണ്. ഒരിക്കലും അതിനകത്തുള്ള റിലേഷൻഷിപ്പ് അല്ല, പുറത്തുള്ള ബന്ധം. അസൂയോ ഈഗോ അതൊന്നും നമ്മുടെ ഇടയിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. വളരെ നല്ല രീതിയിലുള്ള ബന്ധം സൂക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട്. കോഴിക്കോട് ബീച്ചിൻ്റെ മനോഹരമായ സൗന്ദര്യം ആസ്വദിച്ചവർ മിണ്ടിയും പറഞ്ഞും ഇങ്ങനെ തുടരുകയാണ് ഇവരുടെ സൗഹൃദം. 5 വർഷത്തെ കോലാഹലങ്ങൾ പൂർണ്ണമായും അവസാനിച്ചു. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഒരു അധ്യാപികയും കുട്ടിയും എന്ന പോലെ, ഒരമ്മയും മകളും എന്ന പോലെ ഈ സൗഹൃദം ഇങ്ങനെ തുടരും. കോഴിക്കോട് നിന്നും അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം YS അഭിനന്ദ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.